ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെയധികം സിമ്പിളായിട്ടുള്ള ഗണേശ ഭഗവാന് വേണ്ടിയിട്ടുള്ള ഒരു വഴിപാടാണ്. ഇത് നമ്മൾ വലിയവർക്കും നമ്മുടെ മക്കളെ കൊണ്ടുമൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഒരു 6 വയസ്സിന് മുകളിലോട്ട് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും തന്നെ ഇത് ചെയ്യാവുന്നൊരു കാര്യമാണ്. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുന്നതിൽ അവർക്ക് വിജയമുണ്ടാവാനും ഓർമ്മയിൽ നിൽക്കാനും നല്ല ബുദ്ധി നൽകാനും ഒക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പേരൻസ് ആണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടും, ഇപ്പം ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ അവരുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ നല്ല രീതിയിൽ ശോഭിക്കാനും പ്രമോഷൻസൊക്കെ ലഭിക്കാനും വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വയമേവ ഉയർച്ചയുണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യാം. അതേപോലെ ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ടിയിട്ടും ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ എപ്പോഴും തടസ്സങ്ങൾ, എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും തടസ്സങ്ങൾ നേരിടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളെ ലൈഫിൽ നിന്ന് മാറ്റപ്പെടാൻ വേണ്ടിയിട്ടും ചെയ്യാം. അതേപോലെ കേതുവിൻ്റെ ആധിക്യം വളരെയധികം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുമൊക്കെ, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. ഇനി ഇത് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരിക്കൽ ബുധനാഴ്ച മാത്രമാണ്. ബുധനാഴ്ച ദിവസങ്ങളിൽ രാവിലെയാണിത് ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമെന്ന് പറയുന്നത്. അതായത് ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ ഒരു 10 മണി വരെ നമുക്ക് സമയമുണ്ട്. ആ ഒരു 10 മണിക്കുള്ളിൽ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത്, വെറും ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര ബുധനാഴ്ച നിങ്ങളിത് ചെയ്യണമെന്നൊരു സംശയം. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് എത്ര നാൾ ജീവിത വിജയം വേണം. അപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പേരൻസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈഫിൽ അവരൊരു പോയിന്റിലെത്തുന്നത് വരെ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ അവർ നിൽക്കുന്ന സമയം വരെ ചെയ്യാം. അതിനുശേഷം മക്കളോട് നമുക്കിത് ചെയ്യാൻ പറയാം. ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവർ ജോലി ചെയ്യുന്ന ഒരു സമയം വരെ ഉണ്ടല്ലോ. അപ്പോൾ ഏതൊരു മനുഷ്യനും ലൈഫിലൊരു റിട്ടയർമെൻ്റ് ഉണ്ട്. അപ്പം ആ ഒരു ടൈം ഓഫ് പീരീഡ് വരെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അങ്ങനെയല്ല, നിങ്ങളിപ്പോൾ പുതിയതായിട്ട് ഒരു സ്ഥലം മേടിച്ചൊരു വീട് പണി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് പണി തുടങ്ങി ഹൗസ് വാമിങ് വരെ അതൊന്ന് മനസ്സിൽ കണ്ടുകൊണ്ട്, അതായത് ആ വീട് പണി തുടങ്ങി ഹൗസ് വാമിങ് വരെ ഒരു തടസ്സവും ഇല്ലാതെ നമുക്ക് പോവാൻ വേണ്ടിയിട്ട്. ഇനി എന്തെങ്കിലും ഒരു എക്സാമിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു 2-3 മാസം കഴിഞ്ഞാണ് എക്സാം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങളിത് ചെയ്യുക. ആ ഒരു എക്സാം സമയം വരെ നല്ല രീതിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിലെത്താനും ഇത് ചെയ്യാനും വേണ്ടിയിട്ട്. ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 9 ബുധനാഴ്ച, 11 ബുധനാഴ്ച, 21 ബുധനാഴ്ച അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബുധൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് അറിവ് തരുന്ന, വിദ്യ തരുന്ന, ബുദ്ധി തരുന്ന ഒരു ഗ്രഹമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാണ്. ബുധനാഴ്ചയാണ് നമ്മൾ വെങ്കടേശ്വര പൂജയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാം. ബുധൻ എന്ന് പറയുന്നത് സരസ്വതീ ദേവിയുടെയും ഗണേശ ഭഗവാന്റെയും ദിവസം കൂടിയിട്ടാണ് ആഴ്ചകളിൽ. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച നമ്മൾ ഈ 2 ദൈവങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സരസ്വതീ ദേവി നമുക്ക് അറിവും, ഗണേശ ഭഗവാൻ നമുക്ക് ബുദ്ധിയും ഓർമ്മശക്തിയും, ബുധഭഗവാൻ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശരിയായി വിനിയോഗിക്കാനുള്ള അനുഗ്രഹവും തരും. നമ്മൾ ചെയ്യേണ്ടത് ബുധനാഴ്ച രാവിലെ ബ്രഹ്മമുഹൂർത്തം മുതൽ ആ ഒരു 10 മണിക്കുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത്, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി പൂജാമുറിയിൽ നിങ്ങളുടെ വീട്ടിൽ ഗണേശ ഭഗവാന്റെ ഫോട്ടോ കാണും, വിഗ്രഹം കാണും. അഭിഷേകം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ബുധനാഴ്ചയാണ് ഗണേശൻ അഭിഷേകം ചെയ്യാൻ ഏറ്റവും നല്ലത്, ചതുർത്ഥി തിഥി കൂട്ടാതെ. അങ്ങനെയുള്ളവർ അഭിഷേകമൊക്കെ ചെയ്ത് ഭഗവാന് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കണം. ഇനി ഫോട്ടോയാണെന്നുണ്ടെങ്കിലും അതൊന്ന് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ട് വെക്കണം.
പൊട്ടൊക്കെ വെച്ചതിന് ശേഷം ഭഗവാന് മുൻപിൽ വെളിച്ചെണ്ണ കൊണ്ടൊരു ദീപം കൊളുത്തി വെക്കണം. ദീപത്തിൻ്റെ ജ്വാല ഭഗവാനെ നോക്കിയിരിക്കുന്നത് പോലെ, അത് ചെറിയ മൺവിളക്കായാലും മതിയല്ല, ബ്രാസിൻ്റെ വിളക്കാണെങ്കിലും. ഇനി നിങ്ങൾ ഭഗവാനായിട്ട് ഡെയിലി ഒരു വിളക്ക് കൊളുത്തുന്നുണ്ടെങ്കിൽ അതാണെങ്കിലും മതി. അപ്പം നിങ്ങൾ നെയ്യ് ഒഴിച്ചിട്ടാണ് അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് കൊളുത്തുന്നുണ്ടെങ്കിൽ എണ്ണയും മാറ്റണ്ട. ഇതിപ്പം ഈ ഒരു പരിഹാരത്തിന് വേണ്ടി മാത്രം ഭഗവാന് മുൻപിലൊരു ദീപം കൊളുത്തുന്നവരാണെങ്കിൽ വെളിച്ചെണ്ണ ദീപം മതിയാവും. അതിനുശേഷം കറുകപ്പുല്ല് കിട്ടുമെങ്കിൽ 21 കറുകപ്പുല്ല് ഒന്നിച്ച് കൂട്ടിക്കെട്ടി അത് ഭഗവാന് സമർപ്പിക്കാം. ഇനി ചെമ്പരത്തിപ്പൂവ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എത്ര ചെമ്പരത്തിപ്പൂ ഉണ്ടോ അത്രയും ഭഗവാന് അലങ്കരിക്കാം. ഇനി ശംഖുപുഷ്പമുണ്ടെങ്കിൽ അത് മതിയാവും. എരിക്കിൻ്റെ പൂവുണ്ടെങ്കിൽ അത് മതിയാവും. ഇനി ഇതൊന്നുമില്ല, എന്ത് പൂവാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ പൂവ് ഭഗവാന് മുൻപിൽ സമർപ്പിക്കണം. സമർപ്പിച്ചതിന് ശേഷം 21 ചെറുപയർ എടുക്കണം. ബുധൻ്റെ ധാന്യമാണ് ചെറുപയർ എന്ന് പറയുന്നത്. പച്ച കളറാണ്. ബുധ ഗ്രഹത്തിൻ്റെ കളറാണ് പച്ച എന്ന് പറയുന്നത്. സോ നമ്മൾ പച്ച കളറിലെ ചെറുപയർ തന്നെ 21 എണ്ണം എടുത്താൽ മതിയാവും. ഒരുപാടൊന്നും വേണ്ട. ഹോളായിട്ടുള്ള ചെറുപയറാണ് നമുക്ക് വേണ്ടത്. അതായത് സ്പ്ലിറ്റ് ചെറുപയറുണ്ടല്ലോ, ചെറുപയർ പരിപ്പ്, അതെടുക്കരുത്. മുഴുവനായിട്ടുള്ള ചെറുപയർ 21 എണ്ണം എടുക്കണം. എന്നിട്ട് ആ 21 ചെറുപയറും നമ്മുടെ വലത്തെ കയ്യിലെ ഉള്ളം കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു ചെറുപയർ കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നത് ആ കാര്യം പറയണം. മക്കൾ നല്ല രീതിയിൽ പഠിക്കാനാണെങ്കിൽ അങ്ങനെ, മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കാനാണെങ്കിൽ അങ്ങനെ, ഭർത്താക്കന്മാരുടെ കരിയറിലെ ഉയർച്ചയ്ക്കാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ സ്വന്തം ഉയർച്ചയാണെങ്കിൽ ആ കാര്യം. ഇനി അതല്ല, വീട് പണി നല്ല രീതിയിൽ മുന്നോട്ട് പോയി അതിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, നല്ലൊരു സ്ഥലത്ത് അത് ലഭിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ റെൻറ്റിനൊരു വീട് നോക്കുന്നു അത് ലഭിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം മേടിക്കാൻ വേണ്ടി സ്ഥലം നോക്കുന്നു, അതൊരു തടസ്സവുമില്ലാതെ കിട്ടാൻ, എന്താഗ്രഹവുമായിക്കൊള്ളട്ടെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഇപ്പോൾ അബ്രോഡൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവും. അപ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്തിട്ട് ഈ ഒരു ചെറുപയർ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ഗണപതി ഭഗവാനെ, ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങേക്ക് അർച്ചന ചെയ്യുന്നത്. എൻ്റെ ആ കാര്യം ഭംഗിയാക്കുന്നത് വരെ ഞാൻ അങ്ങേക്ക് എല്ലാ ബുധനാഴ്ചയും 21 ചെറുപയർ കൊണ്ട് അർച്ചന ചെയ്തേക്കാം. ഇത് സ്വീകരിച്ച് എനിക്ക് എൻ്റെ ആഗ്രഹം അതുപോലെ സാധിച്ചു തരണം. എൻ്റെ വഴിയിലെ തടസ്സങ്ങളെല്ലാം മാറ്റി എല്ലാം നല്ല രീതിയിൽ മംഗളമാക്കി തരണം എന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷം ഓം ഗം ഗണപതയേ നമഃ എന്നുള്ള മന്ത്രം, ആകെ നമ്മുടെ കയ്യിൽ 21 ചെറുപയറുണ്ട്. അപ്പം 21 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലി ഓരോ ചെറുപയറായിട്ട് ഭഗവാന് സമർപ്പിക്കണം. അത് നിങ്ങൾക്കൊരു വെറ്റിലയോ വാഴയിലയോ ആലിലയോ ചെറിയ ബ്രാസിൻ്റെ പ്ലേറ്റോ, ഇനി ഇതൊന്നുമില്ലെങ്കിൽ ഒരു മൺവിളക്ക് ഭഗവാന് മുൻപിൽ വെച്ചിട്ട് അതിലോട്ടാണെങ്കിലും സമർപ്പിക്കുക. സമർപ്പിച്ചതിന് ശേഷം ധൂപദീപ ആരതി എടുക്കുന്നു. ആരതി എടുത്തിട്ട് നിവേദ്യമായിട്ട്, നിർബന്ധമൊന്നുമില്ല നിവേദ്യം ഇവിടെ സമർപ്പിക്കണം എന്നുള്ളത്, പക്ഷേ നമ്മൾ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടൊരു പൂജ ചെയ്യുമ്പോൾ ഭഗവാൻ എന്തെങ്കിലും ഒരു നിവേദ്യം കൊടുത്താൽ അത് ഭഗവാന് വളരെയധികം സന്തോഷമാണ്. ആ സന്തോഷം നമ്മളിലോട്ടും സന്തോഷമായിട്ട് തന്നെ വന്ന് ഭവിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഞ്ചസാര, കൽക്കണ്ടം, പഴം, അവൽ, അങ്ങനെ എന്താണോ സമർപ്പിക്കാൻ പറ്റുന്നത് അത് നമ്മുടെ നിറഞ്ഞ മനസ്സോടുകൂടി ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് സമർപ്പിക്കുക. സമർപ്പിച്ചതിന് ശേഷം കർപ്പൂര ആരതിയും കൂടിയെടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ ചെയ്യേണ്ടത്. ഇതിന് ശേഷം നിങ്ങൾ ആ 21 ചെറുപയർ ഒന്നെങ്കിൽ അന്നത്തെ ദിവസം തന്നെ എന്തെങ്കിലും ചെറുപയർ കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയോ തോരനോ കറിയോ ഒക്കെ വെച്ചിട്ട് അതിലിത് ആഡ് ചെയ്ത് കഴിക്കണം. വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാമില്ലെങ്കിൽ പർട്ടിക്കുലറായിട്ട് ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ ആ വ്യക്തിക്കിത് കൊടുക്കാവുന്നതാണ്. വെറുതെ കളയരുത്. ഇപ്പം കിളികൾക്ക് കൊടുത്തോ അല്ലെങ്കിൽ ഉറുമ്പുകൾക്ക് കൊടുത്തോ ഒന്നും കളയരുത്. അത് അന്നത്തെ ദിവസം തന്നെ ഭക്ഷണമാക്കി കഴിക്കണം. അന്ന് എന്തെങ്കിലും ചെറുപയർ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കിയിട്ട് നിങ്ങൾക്കതിപ്പോൾ 21 ചെറുപയർ എന്ന് പറയുമ്പോൾ ഒന്നിനും ഇല്ലല്ലോ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വളരെ കുറച്ച് ചെറുപയറും കൂടെ ഇട്ട് അതെന്തെങ്കിലും ഒന്നാക്കിയിട്ട് അന്നത്തെ ദിവസം തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം ആ ഒരു ചെറുപയറിൻ്റെ ആ ഒരു ഗുണം മുഴുവൻ നമ്മളിലോട്ട് കിട്ടും. അത് വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു വ്യക്തിക്ക് മാത്രമായിട്ടും കൊടുത്താൽ മതിയാകും. ഇത് എല്ലാ ബുധനാഴ്ചയും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാവുന്നതാണ്. അതിൻ്റെ ഫലം പ്രത്യേകിച്ചും ബുധനാഴ്ചകളിൽ ഗണപതി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം വളരെ
പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ പീരിയഡ്സ് വരുമ്പോൾ ആ ഒരാഴ്ച വീട്ടിലുള്ള മറ്റാരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ച സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ആഴ്ച വരുമ്പോൾ കണ്ടിന്യൂ അങ്ങ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുക. എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.